Hello friends, I am Bindu Sambath, Internationally Certified Makeup Artist and Hairstylist. I am here to വീട്ടമ്മ മാർക്കും കൂടെ ഉള്ള ഒരു ടിപ്പ് പറയാനാണ്. സാധാരണ ഞാൻ എപ്പോഴും ബ്രൈഡ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളല്ലേ പറയുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഒരു കാര്യം കാണിക്കാൻ പോവുകയാണ്. അതായത് ഞാൻ ഇപ്പോൾ ചുണ്ടിൽ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ ലിപ്സ്റ്റിക് ആപ്ലിക്കേഷൻ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പുറത്തുള്ളവർ കാണുമ്പോൾ ഭയങ്കര കൂടുതലെന്ന് പറയുമെന്ന് പേടിയുള്ള ഒത്തിരി ലേഡീസ് ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കാണിക്കുന്നത്. അതായത് ഒരു ലിപ് പെൻസിൽ മാത്രം നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. അതോടൊപ്പം ഒരു വാസ്ലൈൻ, അതായത് ഇപ്പം നമ്മളെ ഗ്ലിറ്റേഴ്സ് ഒക്കെ കാണാറില്ലേ, നമ്മളിത് ലിപ്സ്റ്റിക് ബ്രൈഡ്സിനൊക്കെ ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ പുറത്ത് കുറച്ച് തിളങ്ങുന്ന മാതിരിയുള്ള ഒരു ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ലിപ്പിൻ്റെ മേളിൽ ഗ്ലിറ്റേഴ്സ് ഒക്കെ ആഡ് ചെയ്യും. പക്ഷേ സാധാ ആൾക്കാർക്ക് അതിൻ്റെ ആവശ്യമില്ല, ഒരു വാസ്ലൈൻ മാത്രം മതി. അപ്പോൾ അത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ പറയുന്ന ലിപ്പ് പെൻസിൽ നമ്മൾ എടുക്കുക, നമ്മൾ ജസ്റ്റ് ഒന്ന് ലിപ്പിൻ്റെ അവിടെ ഒരു ഡെഫിനിഷൻ കൊടുക്കുക. താഴത്തെ ഭാഗത്തേക്ക് എഴുതുമ്പോൾ നമ്മൾ ചുണ്ടൊന്ന് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യണം. അപ്പോൾ ഈ ഔട്ട്ലൈൻ നമ്മളൊന്ന് വരച്ചു കഴിഞ്ഞാൽ അതേ പെൻസിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ഫില്ല് ചെയ്യുക അകത്ത്. ഇത്രയേ ഉള്ളൂ, കാര്യം കഴിഞ്ഞു. ഇപ്പം അതേ ഞാൻ അതിൻ്റെ അകത്ത് മുഴുവൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ലിപ്സ്റ്റിക്ക് പിന്നെ അതിന് ബ്രഷോ ഒന്നും വേണ്ട, പകരം നമ്മുടെ വിരലുകൾ കൊണ്ട് തന്നെ ഒന്ന് സ്മഡ്ജ് ചെയ്യുക. ഇപ്പൊ ഇങ്ങനെ ഒരു മാറ്റ് ഫിനിഷ് അല്ലെങ്കിൽ മാറ്റ് ലുക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ ഈ മാതിരി നമ്മൾ അപ്ലൈ ചെയ്ത ഈ ഒരു ലിപ് പെൻസിൽ കൊണ്ട് അപ്ലൈ ചെയ്ത ഈ ഒരു ലിപ് ഷെയ്ഡ് ഒരിക്കലും വെള്ളം കുടിച്ചാലും ഭക്ഷണം കഴിച്ചാലും പോകുന്നതല്ല. പിന്നെ ഇതല്ലാതെ നമുക്ക് കുറച്ചൊരു ഷൈനിങ് വേണം എന്ന് ആഗ്രഹിക്കുന്നവർ കാണും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പുറത്ത് ഒരു ശകലം വാസ്ലൈൻ എടുത്തിട്ട് അതിൻ്റെ പുറത്തൊന്ന് അപ്ലൈ ചെയ്യുക. കണ്ടില്ലേ, ഇപ്പൊ ഒരു തിളക്കമായില്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മേക്കപ്പ് എന്ന് വെച്ചാൽ എന്തെന്ന് പോലും അറിയാൻ പാടില്ലാത്ത ആൾക്കാർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പ വഴിയാണ് ഞാൻ കാണിച്ചു തന്നെ. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ടിപ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ പേജ് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഇതുമാതിരി പുതിയ പുതിയ ടിപ്സുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അണ്ടിൽ ദെൻ ബൈ.